അസ്സലാമലൈക്കും. ഹലോ, അസ്സലാമലൈക്കും. സിദ്ദീഖ് സക്കാഫി ഉസ്താദ് ARC-യാണ്. എല്ലാ സിദ്ദീഖ് സക്കാഫി ഉസ്താദുകളൊരു സക്കാഫി ഉസ്താദായിട്ട് ഇങ്ങനെയുണ്ട്. അങ്ങനത്തെ ചോദ്യം ചോദിക്കല് മോശമല്ലേ? അത് ആരാന്ന് അറിയില്ല, അയാൾ എനിക്ക് പരിചയമില്ല. അതാണ് നിങ്ങളെന്ന് കരുതിയിട്ടാണ് ഞാൻ എഴുതിയത്. കാരണം ഞാനിപ്പോ ഞാൻ ജസ്റ്റ് അതിന് വന്ന് കയറിയതേ. ഞാൻ നിങ്ങളെ പരിചയമില്ല, ഒരാളെ പരിചയമില്ല. നിങ്ങളത് എടുത്ത വായിച്ച് അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളല്ല ആള് എന്നുള്ളത്. പ്രശ്നമില്ല. നിങ്ങളൊന്ന് വായിച്ചേ, ഞാൻ മറ്റന്നാൾ ഉംറക്ക് പോവാണ്. പിന്നെ മുടിച്ചർച്ച ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തിനായാലും അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ പിന്നെ വല്ലാതെ വാശി വെക്കാനും വെക്കുന്നത് നല്ല. ഞാൻ പിന്നെ ചെറുതായിട്ടൊന്ന് പറയാണ്. അല്ല ഞാനിപ്പോ നിങ്ങളിപ്പോ ഈ പറഞ്ഞത് പേരോട് അദ്ദേഹം സക്കാഫിയും പറഞ്ഞു. പിന്നെ സനത് ചോദിക്കുമ്പോ നിന്റെ ഉമ്മ ഇല്ല, നിന്റെ ഉപ്പ എന്നെയാണ് എന്റെ ഉപ്പ എന്നുള്ളതിന് എന്താ സനത്, അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കുന്ന എന്തിനും സനത് വേണമെന്നല്ലേ ഇസ്ലാമിക നിയമം. അത് ഹദീസ് ആയിക്കോട്ടെ, ആസാർ ആയിക്കോട്ടെ, പിന്നെ എന്തും ആയിക്കോട്ടെ. ബർക്കത്തെടുക്കാൻ സനത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസാർ ആയിക്കോട്ടെ, ഹദീസ് ആയിക്കോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കുന്ന എന്തിനും സനത് വേണം. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പഠിച്ച തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ഞാൻ അങ്ങനെ പഠിച്ചതായിട്ട് എനിക്ക് ഓർമ്മ. അങ്ങനെ ഞാൻ പഠിച്ചതായിട്ട് ഓർക്കുന്നു. അത് തെറ്റാണെങ്കിൽ ഉസ്താദ് പറഞ്ഞു തന്നാൽ മതി. അത് തെറ്റാണ്. ഹദീസുകളുടെ സ്ഥലത്തെത്താത്തത് പോലെ നിബിധങ്ങൾ ആധാറുകൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ സ്ഥലത്തെത്താവുന്നു. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കുന്നാന്ന് പറഞ്ഞാൽ അതിൽ ആസാറും പെട്ടു, ഹദീസും പെട്ടു, എല്ലാം പെട്ടു. അതിനൊക്കെ അല്ല അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എ.പി. ഉസ്താദ് അങ്ങനെ ആണെങ്കിൽ പിന്നെ എ.പി. ഉസ്താദ് അദ്ദീനു ബിൽ ഇസ്നാദ് ബിൽ അസ്നാദ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ. പറഞ്ഞ മറ്റൊരു വിഷയം. ഇത് ഞാൻ ചോദിക്കുന്നത് പറഞ്ഞത് അത് ദീനല് ഇത് എ.പി. ഉസ്താദ്. അതെ അതെ അതെ. അത് പറയുന്ന എപ്പോഴാണ്? ഈ മുടി കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത്, ആ സനത് വായിക്കുന്നതിന് തൊട്ട് മുമ്പ്. പറഞ്ഞത് ആ പറഞ്ഞ മറ്റു വിഷയം സുഹൃത്തുക്കളെ സാന്ദർഭികമായിട്ട് പറയട്ടെ. ഇന്നലെ നമ്മുടെ റൂമിൽ ബഹുമാനപ്പെട്ട നൂർ പൈസി ഉസ്താദ് ആരോടോ ക്ലിപ്പ് ഇടാൻ പറയുമ്പോൾ ഒരു ക്ലിപ്പ് ഇട്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്? അതിന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തിരികേശങ്ങള് അതിന് പരമ്പര വേണം അല്ലേ? അബ്ബാസ് ഹായിലാണോ ഇട്ടത്? അബ്ബാസ് ഹായിൽ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അബ്ബാസ് ഹായിൽ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അദ്ദേഹം ഉണ്ടോ? കുറച്ചു നേരത്തെ അദ്ദേഹം എനിക്ക് PM അടിച്ചു എന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് PMകൾ വന്നുകൊണ്ട് ഇത്തരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. തിരികേശങ്ങൾക്ക് കൈമാറ്റ പരമ്പര സനത് മൈക്രോലൈസ് ചെയ്യുന്നു ഫൈസൽ സാഹിബിന് വേണ്ടി. അല്ല, ആ പറഞ്ഞത് ഇതിലേക്ക് ക്രിയാസായിക്കൊണ്ടല്ലേ പറഞ്ഞിട്ടുള്ളത്? ആയിക്കോട്ടെ, ഞാനതല്ല പറഞ്ഞത്. ഞാൻ ഏറ്റുത്തോട് പറഞ്ഞതോ മറ്റൊന്ന് പേരോടോ പറഞ്ഞതോ എന്റെ വേറൊള്ള ആൾക്കാർ പറയുമല്ലേ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് നിബിധങ്ങളിലേക്ക് ചേർക്കുന്ന എന്തിനും സനത് വേണം എന്ന് എവിടെയാണുള്ളത്? ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പിന്നെ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ എന്റെ തെളിവ് ഇൻഷാ അല്ലാഹ് അത് പരിശോധിച്ചിട്ട് പറഞ്ഞുതരാം. പ്രശ്നമൊന്നുമില്ല. ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളെ വാദം അങ്ങനെ ഇല്ലാന്നാണല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കുന്ന എന്തിനും സനത് വേണമെന്നില്ല. എല്ലാ വിഷയങ്ങളിലും സനത് ആവശ്യമില്ല. ഓക്കെ ഓക്കെ. പ്രത്യേകിച്ച് യാത്രാകൾക്കൊന്നും ഒരിക്കലും സനത് ഉണ്ടാവില്ല.
സനത് ഉണ്ടാകൂല എന്ന് പറയുമ്പോൾ പിന്നെ പേരോട് ഉസ്താദും അതുപോലെ ഇവരൊക്കെ സനത് ഉണ്ട് എന്ന് പറയുന്നതോ? ഞാൻ പറഞ്ഞില്ല, അവരൊന്നും പറഞ്ഞതല്ല ഞാൻ പറയുന്നത് പറഞ്ഞില്ല. അവരൊക്കെ പറഞ്ഞത് മറ്റൊരു വെച്ചാണ്. അത് അവരോട് തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞതാണ് നിബിധങ്ങളുടെ എല്ലാത്തിനും സനത് ഉണ്ടാവില്ല. എല്ലാത്തിനും സ്ഥലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം എനിക്ക് പോലെ നിബിധങ്ങൾ സാധാരണക്കാരനല്ലല്ലോ. നിബിധങ്ങളുടെ ഏത് അവസ്ഥയാണെങ്കിലും ശരീരം അതെ നിബിധങ്ങളുടെ ആധാരങ്ങൾ നശിക്കൂല. അത് ക്രിയാമത്താൽ വരെ ഉണ്ടാകും. യാതൊരു സംശയമില്ല. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്കും ഒന്ന് കിട്ടി, നിങ്ങൾ എനിക്ക് തന്നു, ഞാനവിടെ വേറൊരാൾക്ക് കൊടുത്തു. അപ്പൊ എല്ലാത്തിനും ഇങ്ങനെ ഇപ്പൊ ചെയ്തിട്ടുണ്ടോ? അല്ല അതിനല്ലേ പിന്നെ നമ്മൾ സനത് എന്ന് പറഞ്ഞ സനത് ഉണ്ടാവും. അതല്ലേ പിന്നെ നമ്മളെ പിന്നെ ഉസ്താദ് പേരോട് ഉസ്താദ് അല്ല അവർ പറയണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ചോദിക്കുന്നു, അത് നമ്മളിപ്പോ പണ്ട് ഇപ്പം പിന്നെ AP വിഭാഗം നമ്മുടെ സംസ്ഥയിൽ നിന്ന് പുറത്ത് പോകുന്നതിന് മുമ്പ് പോയിട്ട് നമ്മളെ സുന്നി വോയിസിലടക്കം എഴുതിയല്ലോ, ലത്തീഫയിലുള്ള തിരികേശം സനതോട് കൂടി ബ്രാക്കറ്റിൽ കൈമാറ്റ പരമ്പരയോട് കൂടി സൂക്ഷിച്ചു പോരുന്നതാണെന്ന് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരടക്കമാണ് എഴുതി വെച്ചിട്ട്. അപ്പൊ പറഞ്ഞതൊക്കെ കളവാണ്. അതൊക്കെ റെഡി, അതൊക്കെ എഴുതി പോകുന്നതല്ലുള്ളത്. അത് വ്യക്തമായ രൂപത്തിൽ സനത് എന്ന് പറഞ്ഞാൽ പലതിനും പറയാം സനത്. ഇപ്പൊ നമ്മൾ നിബിധങ്ങൾ മുതൽ ഇപ്പൊ വന്ന ആള് മുതൽ ഒരാളും മുറിയാതെ വരുന്നതിന് പറയാം സനത്. ഈ അല്ലാത്തതിനും പറയാം സനത് എന്ന് പറയാം. അതെ അതെ. അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ബ്രാക്കറ്റിൽ കൈമാറ്റ പരമ്പര തന്നെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എഴുതും. സനത് എന്ന് പറഞ്ഞ കൈമാറ്റ പരമ്പരകളൊക്കെ എഴുതും. ആ എഴുതൽ കൊണ്ട് എല്ലാവരും ഉൾപ്പെടണമെന്നില്ല. ഈ ആധാരങ്ങൾക്ക് സനത് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തും ഈ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങൾ ആധാരങ്ങളില്ലേ ഇപ്പോഴും നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും മറ്റേ കശ്മീരിലുള്ള തിരികേശം ഞാൻ കണ്ടതാണ്. അത് കശ്മീരിലെ തിരികേശം ഞാൻ കണ്ടതുമാണ്, നേരിട്ട് കണ്ടതുമാണ്. അല്ല അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ AP ഉസ്താദിന്റെ അടുത്ത് ഉണ്ട് എന്ന് പറയുന്ന സനത്, അതായത് ആ 46 ആളുകളുടെ പേരുള്ള ആ സനത്, അതെന്താണ് അപ്പോ? അതെ പിന്നെ അല്ല ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി അല്ല കൊടുക്കുന്നത്, ഹരിയാവാനെ കൊടുക്കുന്നത്. ഹരിയാവാന്റെ അടുത്തുള്ള ഈ പാർക്കിൽ സ്ഥലമൊന്നുമില്ല. സ്ഥലമില്ല. ആരിഫ് ബർക്കാത്തില്ലേ? അതെ, ആരിഫ് ബർക്കാത്തിന്റെ സക്കാഫിയാണ്. ആരിഫ് ബർക്കാത്തി ഒരു സക്കാഫിയാണ്. ഈ ആരിഫ് ബർക്കാത്തിയാണ് പിന്നെ ഈ ഹരിയാവാന്റെ അടുത്തുള്ള മോദി വർഷത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ഈ ആരിഫ് ബർക്കാത്തി പിന്നെ ഈ സനത് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അതിന് ശേഷം പിന്നെ ഏപ്പിസ്ഥാതെ ഒരു അറബിക്ക് കൊടുത്തപ്പോ ഈ അറബി ചോദിച്ചു, സനത് ചോദിച്ചു. അപ്പൊ ഉസ്താദ് ഈ മറുപടി പേരോട് അപ്പൊ ഈ ആരിഫ് ബർക്കാത്തി പിന്നെ ഈ സനത് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അതിന് ശേഷം പിന്നെ ഏപ്പിസ്ഥാതെ ഒരു അറബിക്ക് കൊടുത്തപ്പോ ഈ അറബി ചോദിച്ചു, സനത് ചോദിച്ചു. അപ്പൊ ഉസ്താദ് ചെയ്തു, ഏപ്പിസ്ഥാദി ആരിഫ് ബർക്കാത്തിനോട് ചോദിച്ചു അതിന് സനത് വേണമെന്നാണ്. അപ്പൊ ഈ ആരിഫ് ബർക്കാത്ത് എന്ത് ചെയ്യാനോ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിന്റെ കയ്യിൽ തന്നെ സനത് വാങ്ങിയിട്ട് അത് ഉസ്താദിനോട് കൊടുക്കുകയാണ്. ഹരിയാവാനെന്ന പേര് ചേർത്ത്. അപ്പൊ അത് തെറ്റല്ലേ? അത് റസൂലുള്ളാഹിന്റെ പേരിൽ കള പറയുന്നത് പോലെയല്ലേ? അത് ഈ ഉസ്താദിന് അറിയില്ല, ഏപ്പിസ്ഥാൻ അറിയില്ല. ഈ ആരിഫ് ബർക്കാത്ത് കൂടെ പിന്നെ സനത് പിന്നെ അതിന് ഉസ്താദിന് ഇപ്പോഴും അറിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എന്താണ് അവസ്ഥ ഉസ്താദിന്. പിന്നീട് ഇവരൊന്നും അവിടെ പോയിട്ടില്ല. അല്ല ഈ ആരിഫ് ബർക്കാത്തി കൊടുക്കുമ്പോ പിന്നെ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഈ ജാലിയാവാലിന്റെ പേരില്ലാതെ അതിന് പകരം ആരിഫ് ബർക്കാത്തിന്റെ പേരിട്ട ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ലായിരുന്നു. പക്ഷെ ഇതൊന്നും ചിന്തിക്കുന്നില്ല. എങ്ങനെ സനത് വിവാദം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളത് അവർ ചിന്തിച്ചിട്ടില്ല. അപ്പോ കാരണം ഈ ജാലിയാവാൽ എന്ന് പറയുന്ന ആളെ ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ട്. അയാൾ എന്നോട് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സനത് ഇല്ലാന്ന്. സനതില്ലാതെ അയാൾ തന്നെ എന്നോട് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ മർക്കത്തിന് സനത് ഉണ്ട് എന്ന് പറയുന്നത് അതിന് ആകെ ഒരു കൺഫ്യൂഷൻ. പിന്നെ ബർക്കാത്തി സയ്യിദ് ബർക്കാത്തി സാദാത്താണ്. ഈ ആരിഫ് ബർക്കാത്തി ശരിക്കും സക്കാഫിയാണല്ലേ? അയാൾ ബർക്കാത്തിപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആളല്ല. അത് ബർക്കത്തിന് സ്വീകരിച്ച ബർക്കാത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അന്ന് ഏപ്പിസ്ഥാൻ പറഞ്ഞില്ലേ ബർക്കാത്തി സാദാത്യങ്ങൾ വഴി എന്ന് പറഞ്ഞില്ലേ. അതെ അതെ.